നമ്മൾ ഇന്ന് കുറച്ച് പച്ച കപ്പലണ്ടി വെച്ചിട്ട് ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. പക്ഷേ നമുക്ക് സാധാരണ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, നമ്മൾ ഒരു 3-4 മണിക്കൂർ നമ്മൾ വെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ചിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുതിർത്തിട്ടാണെങ്കിൽ ഒരു 2 വിസിലൊക്കെ മതിയാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 3-4 വിസിലൊക്കെ. 5 വിസിലല്ല, അതിൽ കൂടുതൽ. അത് ഓരോ കുക്കറിന്റെ അനുസരിച്ചിരിക്കും ചിലപ്പം. എന്തായാലും ഇതിപ്പോ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു ചീനച്ചട്ടി നമ്മള് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഏകദേശം നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എണ്ണ ഒഴിക്കാം. പതിവ് പോലെ നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ കുക്കിംഗ് ഓയിലാണ്. അപ്പൊ നമ്മൾ ഈ കപ്പലണ്ടി നമ്മള് കുക്കറിലിടത്തില്ലേ, അപ്പോഴേ നമ്മള് ഒരു 1/4 ടേബിൾ സ്പൂണ് ഉപ്പ് കൂടി ചേർത്തണം. അപ്പൊ അത് അത്രയും ചേർക്കുന്നത് വെച്ചാൽ വെള്ളം കൂടെ ഉള്ളത് കൊണ്ടാണ് അത്രയും ചേർക്കുന്നത്. അപ്പൊ നമ്മളിപ്പം ഒരു 2 ടീസ്പൂൺ അതിന്റെ ആവശ്യമുള്ള എണ്ണ. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ അതുപോലത്തെ എണ്ണകളായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ അതെ, അവരുടെ ഒരു റെസിപ്പി വെളിച്ചെണ്ണയുമായിട്ട് യോജിച്ചു പോകത്തില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ സൺഫ്ലവർ അതുപോലത്തെ എന്തെങ്കിലും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ പതിവ് കലാപരിപാടി പോലെ തന്നെ നമ്മുടെ കടുകാണ്. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് അത് നമുക്ക് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്ന പരിപ്പില്ലേ, ഉഴുന്നപരിപ്പ് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയെല്ലാം എടുത്തതാണ്. അപ്പോൾ ഇനി ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ കപ്പലണ്ടി ഒരു ബൗളുണ്ട്. അതെ, അപ്പൊ അത് കാരണം നമ്മുടെ ഉഴുന്ന് പരിപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പുണ്ട്. അപ്പൊ അത് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് മൂത്ത് കരിഞ്ഞു പോകരുത്, ഒരു മീഡിയം ലെവലിലേക്ക് ആക്കിയെടുക്കാം. നമ്മൾ ഉഴുന്ന് പരിപ്പല്ലേ ഇട്ടിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്താലേ അതൊന്ന് എല്ലായിടത്തും റെഡി ആയി വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ കഴുകിയിട്ട് എടുത്തത് കൊണ്ടാണ് ചെറിയൊരു ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നത്. അത് എണ്ണയിലോട്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറിക്കൊണ്ട്. കാര്യം നമ്മൾ കഴുകിയെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് നമ്മൾ കഴുകിയെടുക്കുക. അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ കാണും. നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ഉഴുന്ന് പരിപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ കരിഞ്ഞു പോകും. ഇളക്കി കൊടുക്കണം അല്ലേ. അതൊരു കാര്യം, നമ്മൾ ഇത് ഇട്ടയച്ചിട്ട് പോയി കഴിഞ്ഞാലേ തിരിച്ചു വരുമ്പോഴത്തേക്കിനും കരിക്കട്ടയായിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും വെക്കാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന പരിപ്പ് ഏകദേശം ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറ്റൽമുളക്. അപ്പോൾ വറ്റൽമുളക് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ 2ആയിട്ട് മുറിച്ച് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ 3 വറ്റൽമുളക് എടുത്തത്. ഇത് അത്യാവശ്യം നല്ല എരിയുള്ള വറ്റൽമുളകാണ്. എരിവിനനുസരിച്ച് വേണം നമുക്ക് മുളകിന്റെ ഇതനുസരിച്ച്. അപ്പൊ ഇനി കറിവേപ്പില എടുത്തിട്ടാണ് ഇനി പെട്ടെന്നുള്ള പരിപാടിയാണ്. അത് മുഴുവൻ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന ഒരു എക്സ്ട്രാ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കായപ്പൊടി. അതൊരു സ്വല്പം ഇട്ടാൽ മതി. ടേസ്റ്റിനും വയറിന് നല്ലതാണ്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യമേ കപ്പലണ്ടി വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പാകത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച കപ്പലണ്ടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ സോഫ്റ്റ് ആവുന്നിടം വരെ കപ്പലണ്ടി വെന്താൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഇത് നമ്മൾ ഈ കടുക് വറക്കുന്ന പോലെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ വേവിക്കുന്നില്ല. ഈ കപ്പലണ്ടി ഓൾറെഡി വെന്ത് തന്നെ എടുക്കണം. ഇളക്കി അതിന്റെ ചെറുതായിട്ട് വെള്ളം കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റി കിട്ടും. മാത്രമേ നമ്മുടെ ഓൾറെഡി നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുത്ത സാധനമല്ലേ. അപ്പോൾ നമ്മൾ എല്ലാം നല്ല അടിപൊളിയായിട്ട്
നമ്മുടെ സാധനമെല്ലാം ചേർത്ത് ഇപ്പോൾ നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും അവസാനം നമുക്കൊരു ചെറിയ കലാപരിപാടികളുണ്ട്. നമ്മുടെ ചെറിയൊരു ഡെക്കറേഷനും ആകും, ടേസ്റ്റും ആകും. ഇത് നമ്മുടെ കൊപ്ര തന്നെയാണ്. കൊപ്ര നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മേളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല കിടുക്കൻ ടേസ്റ്റാണ് സാധനം. കാര്യം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തിയാണ്. കാര്യം നമ്മളിത് വറുത്തും എണ്ണയിലിട്ടൊന്നും അല്ലല്ലോ ഇത് നമ്മൾ റെഡിയാക്കുന്നത്, പുഴുങ്ങിയെടുത്തതല്ലേ. അപ്പോൾ ഇനി നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ കപ്പലിനെ വെച്ചിട്ടുള്ള വളരെ ഒരു ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കപ്പലിൻ്റെയും നമ്മുടെ കൊപ്രയും എല്ലാം കൂടി എടുത്തിട്ട് വേണം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളത് തന്നെ പറഞ്ഞത്. പിന്നെ ഉപ്പാണെങ്കിലും അധികമില്ല, എരിയും അധികമില്ല. അപ്പം ഇത് കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും ഉണ്ടല്ലോ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. കാരണം ചെറിയൊരു മധുരമുണ്ട്, കപ്പലിൻ്റെ ചെറിയൊരു മധുരമുണ്ട്, നമ്മൾ ചേർത്തിരിക്കുന്ന ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, എന്നാൽ വലിയ എരിയില്ല. അപ്പോൾ നമുക്കിതൊരു സൈഡ് ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാം. അടിപൊളി ഒരു ടേസ്റ്റുമാണ്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. മാത്രമല്ല വളരെ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അടിപൊളി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കത്തില്ലല്ലോ. പിന്നെ ആ ബെല്ലൈക്കണില്ലേ അതുകൂടെ ഒന്ന് ഓൺ ചെയ്യണേ. അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമ്മൾ പുതിയൊരു എപ്പിസോഡായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.